യമാനിയ. ഇൽമ് കടന്നു വരുന്നത് യമനിൽ നിന്നാണ്. പൈതൃകത്തിന്റെ മണ്ണാണ് യമൻ. യമനിൽ അല്ലാഹുവേ മദീനക്കും ഷാമിനും നീ ബർക്കത്ത് ചെയ്തതുപോലെ ഞങ്ങളുടെ യമനിനും ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്ത പരിശുദ്ധ റസൂലിന്റെ നാട്ടിൽ നിന്ന് കടന്നു വന്ന യമനി ഹളറമൗത്തിലെ തരീമിൽ നിന്ന് കടന്നു വന്ന പൂർവികരായി സമ്പലും ഖുറൈത്തിലുമൊക്കെ മൺമറഞ്ഞു കിടക്കുന്ന പരിശുദ്ധ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പിതാമഹന്മാരുടെ അതേ രക്തത്തിൽ പിറന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഈമാനികമായ ചോദ്യമാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും? തലയിൽ കെട്ടി നിസ്കാരത്തയമ്പുള്ള യമനി പൈതൃകത്തിന്റെ പാരമ്പര്യമുള്ള മഹാനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ചിരിച്ചുകൊണ്ട് അല്പം മൗനത്തിന് ശേഷം മറുപടി പറയുകയാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഹറമിലെ ഇമാം ചീഫ് ഇമാം വിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ ഉണ്ടാകുന്ന ജുമുഅക്ക് ശേഷം അദ്ദേഹം പറയുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്താണ് അദ്ദേഹം ആജ്ഞാപിക്കുന്നത്? ഹറമിലെ ചീഫ് ഇമാം അവിടുന്ന് ഉത്തരവ് പുറപ്പെടുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സൗദി ഗവൺമെന്റ് കച്ചകെട്ടിയിറങ്ങി അവിടുത്തെ സൗദി രാജാവിന്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ ഇമാം ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സൗദി രാജാവടക്കമുള്ള ആളുകൾ വാളോന്തിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനെ എതിർത്തുകൊണ്ട് വരികയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മുൻനിരയിൽ പടവാളോങ്ങി സൗദിക്ക് വേണ്ടി എതിരെ യുദ്ധം ചെയ്യാൻ ബാഫഖി തയ്യാറാണെന്ന് പഠിപ്പിച്ച പൈതൃകമാണ് ഇന്ന് മദ്രസയിലൂടെ മക്കൾ പഠിക്കുന്നത്. മദ്രസ പാരമ്പര്യം ആ മനസ്സിന്റെ ഉടമയുടെ നിഷ്കളങ്കമായ സന്ദേശമാണ്. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ എന്ന ആപ്തവാക്യം ഹദീസാണോ അല്ലയോ എന്ന ചർച്ചയിലേക്ക് കടന്നു വരുന്നില്ല. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ എന്ന് പറയുന്നത് പൂർവ്വസൂരികളായ അവരുടെ നാവിൻ തുമ്പിലൂടെ വന്ന ഒരു ആപ്തവാക്യമാണ്, അല്ലെങ്കിൽ മഹത്തായ വാചകമാണ്. നീ അന്തി ഉറങ്ങുന്ന മണ്ണ്, നിന്റെ പൂർവികന്മാർ അന്തി ഉറങ്ങുന്ന മണ്ണ്, നീ ജീവിക്കുന്ന മണ്ണ്, സുന്ദരമായ ഇന്ത്യ മഹാരാജ്യത്തോടുള്ള പ്രണയം അത് സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഇന്നല്ലർള ഉമ്മഹാത്തുക്കും, നിങ്ങൾ ജന്മം കൊണ്ട ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദേശം 11,000-ൽ പരം വരുന്ന മദ്രസകളുടെ അകത്തളങ്ങളിൽ നിന്ന് ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന മഹാമനീഷി ആ ആശങ്കയെല്ലാം തച്ചു തുറച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ സ്നേഹിക്കും, വിശുദ്ധമായ കഅബയിലേക്ക് 5 നേരം തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഞങ്ങളാണ് പറയുന്നത്, ഇന്ത്യയുടെ പൈതൃകത്തിനെതിരെ ആര് വാളോണ്ടി വന്നാലും മുൻനിരയിൽ അവർക്കെതിരെ ബാഫഖി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്. എല്ലാ ക്ലാസ് മുറിയിലും അതേ തലയെക്കെട്ട് കെട്ടിയ അതേ തലപ്പാവ് ധരിച്ച വിശുദ്ധമായ മഖ്ദൂമികളുടെയും ബാലവി കുടുംബത്തിന്റെയും ഒക്കെ പൈതൃകത്തിന്റെ സന്ദേശം ഓരോ ക്ലാസ് മുറികളിലും വഅല്ലമീങ്ങളായ വഅല്ലമിന്റെ പാരമ്പര്യം അത് റസൂലുള്ളാഹിന്റെ പാരമ്പര്യമാണ്. അതേ പാരമ്പര്യത്തിൽ മഹല്ലാന്തരമുള്ള നമ്മുടെ കൊച്ചുനാട്ടിൽ ഇന്ന് നിലകൊള്ളുന്ന ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധമായ പവിത്രമായ മണ്ണാണിത്. ഒരു പള്ളിയും സുന്ദരമായ മദ്രസയും. ആ മദ്രസയുടെ അകത്തളത്തിൽ നിന്ന് ആ യമനി പാരമ്പര്യം മുറുകെ പിടിപ്പിച്ച് മഹ്ദൂമന്മാരുടെ പരമ്പര ചെന്നെത്തുന്ന അതേ കണ്ണുകളിലൂടെ ബിരുദമല്ലാതെ ഇരുന്നിട്ടും പല മുഅല്ലിമീങ്ങളും ഉസ്താദിയത്ത് ബന്ധം നിലർത്തി സമസ്തയുടെ സിലബസ് പഠിപ്പിക്കുന്നതിന്റെ സുന്ദരമായ സന്ദേശം നമുക്കറിയാം. ഇന്ന് സമൂഹത്തെ മാനിക്കാൻ വേണ്ടി കൾച്ചർ, നീ ഒരു സൊസൈറ്റിയിലേക്ക് നീ ചെല്ലുമ്പോൾ ഇതര മതസ്ഥരെ പോലും ബഹുമാനിക്കണം എന്ന വലിയ സന്ദേശം നമ്മുടെ മക്കൾ ഇന്ന് കൃത്യമായി പഠിക്കുന്നുണ്ട്.